എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പുരാതന മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ്. സാക്ഷാൽ ശ്രീരാമ ഭഗവാൻ പ്രതിഷ്ഠ നടത്തിയ ഒരു ക്ഷേത്രത്തെക്കുറിച്ച്. പാർവതി സമേതനായി കുടികൊള്ളുന്ന മഹാദേവനെ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ആ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ. പത്തനംതിട്ട ജില്ലയിൽ കവിയൂരിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രമാണ് തൃക്കവിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. തിരുവിതാംകൂർ ബോർഡിന്റെ അധീനതയിലുള്ള സുപ്രധാന ദേവസ്വങ്ങളിലൊന്നാണിത്. വാസ്തുശില്പപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും പുരാതന മഹാക്ഷേത്രങ്ങളിലൊന്നായാണ് ഇതിനെ ഗവേഷകർ വിശേഷിപ്പിക്കുക. പ്രധാന ശ്രീകോവിലിന്റെ അടിത്തറയിൽ കാണപ്പെടുന്ന കാലവർഷം 4051-4052 വർഷങ്ങളിലെ 2 ശിലാശാസനങ്ങൾ ചരിത്രപരമായ പ്രാധാന്യം വഹിക്കുന്നു. പാർവതിയെ ഇടതുവശത്തിരുത്തി സർവമംഗളമൂർത്തിയായിരിക്കുന്ന മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠ. ത്രേതായുഗത്തിൽ ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗമാണിതെന്നാണ് വിശ്വാസം. നാലമ്പലത്തിന്റെ വടക്കു പടിഞ്ഞാറേ കോണിൽ ഉപദേവനായി വാണരുളുന്ന ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഈ മഹാക്ഷേത്രത്തിന്റെ പ്രശസ്തിക്ക് മാറ്റുകൂട്ടുന്നു. ശ്രീ മൂലരാജേശ്വരി, ഗണപതി, ദക്ഷിണാമൂർത്തി, നാഗദൈവങ്ങൾ എന്നീ ഉപദേവതമാരെയും കൂടി മതിൽക്കകത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കീഴ് തൃക്കോവിലിൽ മഹാവിഷ്ണു, മഹായക്ഷി എന്നീ ഉപക്ഷേത്രങ്ങൾ മതിൽക്കെട്ടിന് വെളിയിലായി സ്ഥിതി ചെയ്യുന്നു. പാർവതി സമേതനായി ആനന്ദഭാവത്തിലിരിക്കുന്ന മഹാദേവനെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. ഇടതുവശത്തിരിക്കുന്ന പാർവതിയെ ഇടതു കരം കൊണ്ട് ചേർത്ത് പിടിച്ച് വലതു കൈ വരദാന മുദ്രയോടെയും മറ്റു 2 കൈകളിൽ മാൻ, മഴു എന്നിവ ധരിച്ചും പത്മാസനത്തിൽ ഇരിക്കുന്നതായാണ് പ്രതിഷ്ഠാസങ്കല്പം. 2.5 അടിയോളം ഉയരമുള്ള ശിവലിംഗം മണ്ണും ദർഭയും ചേർത്ത് നിർമ്മിച്ചതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കിഴക്കോട്ട് ദർശനമായാണ് ശിവപ്രതിഷ്ഠ കുടികൊള്ളുന്നത്. പ്രതിഷ്ഠയോടനുബന്ധിച്ച് ഹനുമാൻ നടത്തിയ ബലപ്രയോഗത്തിന്റെ അടയാളമായി വാലു ചുറ്റിയ പാടുകൾ വിഗ്രഹത്തിലുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. തൃക്കവിയൂരപ്പൻ എന്ന നാമത്തിൽ പുരാതന കാലം മുതൽ തന്നെ കവിയൂർ മഹാദേവൻ എന്നറിയപ്പെട്ടു. 1100 കൊല്ലം മുമ്പുള്ള ശാസനത്തിൽ തിരുക്കവിയൂർ തേവർ എന്നാണ് മഹാദേവനെ സൂചിപ്പിച്ചിട്ടുള്ളത്. 600 കൊല്ലം മുമ്പുള്ള ലിഖിതങ്ങളിൽ തൃക്കവിയൂരപ്പൻ എന്ന് തന്നെ കാണാം. പടിഞ്ഞാറേ നടയിൽ പാർവതി സങ്കല്പത്തിൽ തന്നെ ശ്രീമൂലരാജേശ്വരിയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് കൊല്ലവർഷം 1068 ശ്രീ മൂലം തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ്. പ്രത്യേക പ്രതിഷ്ഠയുണ്ടെങ്കിലും ശ്രീബലിക്കും മറ്റും പാർവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത് കിഴക്കേ നടയിൽ കൂടി മാത്രമാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ മഹാക്ഷേത്രങ്ങളിലൊന്നാണ് കവിയൂർ മഹാദേവ ക്ഷേത്രം. ഓരോ ഇഞ്ചിലും ഭാരതീയ വാസ്തുശില്പശൈലിയുടെ സമഗ്ര ചൈതന്യം ഈ മഹാക്ഷേത്രത്തിൽ ദൃശ്യമാവും. 1937 പ്രസിദ്ധീകരിച്ച പതിവനുസരിച്ച് കവിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ 18 ആട്ടവിശേഷങ്ങളുണ്ട്. കാലാന്തരത്തിൽ ഇവയിൽ ചിലതൊക്കെ നിന്നു പോവുകയും പുതിയ ചില ഉത്സവങ്ങൾ നടപ്പിൽ വരികയും ചെയ്തു. ഇപ്പോൾ നിലവിലുള്ള പ്രധാന ഉത്സവങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. വർഷം തോറും ധനുമാസത്തിലെ തിരുവാതിര നാളിൽ കൊടിയേറി 10 ദിവസം നീളുന്ന ഉത്സവം കൊണ്ടാടുന്നു. 2 മുതൽ 6 വരെ ഉത്സവ ദിനങ്ങളിൽ ക്ഷേത്രം വക ദേശവഴികളിലേക്ക് ഊരുവലത്തെഴുന്നള്ളത്ത് നടന്നു വരുന്നു. 7, 8, 9 ഉത്സവ ദിനങ്ങളിൽ അനുഷ്ഠാനപരമായ വേലകളി, കാഴ്ച ശ്രീബലി, സേവ എന്നിവ നടക്കുന്നു. കവിയൂരിലെ പള്ളിവേട്ട പ്രസിദ്ധമാണ്. മധ്യ തിരുവിതാംകൂറിന്റെ നാനാഭാഗത്തു നിന്നും അനേകായിരം ആളുകൾ പള്ളിവേട്ട ദിനത്തിലെ എഴുന്നള്ളിപ്പുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ എത്താറുണ്ട്. തനി തങ്കത്തിൽ തീർത്ത നെറ്റിപ്പട്ടങ്ങളും ചട്ടങ്ങളും ആണ് അന്ന് എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കുക. 10ാം ദിവസം മണിമലയാറ്റിന്റെ പാറപ്പുഴക്കടവിൽ ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ധനുമാസത്തിലെ മൂലം ദിനത്തിൽ ഹനുമത് ജയന്തി ആഘോഷിക്കുന്നു. 7 ദിവസത്തെ ചടങ്ങുകളുണ്ട്. 7ാം ദിവസം കളഭാഭിഷേകം, പുഷ്പഘോഷയാത്ര, പുഷ്പാഭിഷേകം എന്നീ ചടങ്ങുകൾ നടക്കും. 1950കളിലാണ് ഈ ഉത്സവത്തിന് തുടക്കം കുറിച്ചതെന്നാണ് വിശ്വാസം. ഉത്രട്ടാതി തിരുനാൾ കൊല്ലവർഷം 1068 പടിഞ്ഞാറേ നടയിൽ ശ്രീ മൂലരാജേശ്വരിയുടെ പ്രതിഷ്ഠ നടന്നതിന്റെ ഓർമ്മയ്ക്ക് നടത്തുന്ന ഉത്സവമാണിത്. ദേവിയുടെ തിരുനാളോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും ആനപ്പുറത്ത് എഴുന്നള്ളത്തും നടക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഉത്സവമാണ് ശിവരാത്രി. ശിവരാത്രി വളരെ വിപുലമായ അനുഷ്ഠാനങ്ങളോടെയാണ് ഇവിടെ ആചരിക്കുക. അർദ്ധയാമ പൂജയ്ക്ക് ശേഷം നടക്കുന്ന വിളക്കിന് എഴുന്നള്ളിപ്പിന് ക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള 8 കരകളുടെ പ്രതിനിധികൾ ചേർന്ന് ദീപക്കാഴ്ചയൊരുക്കും. സഹസ്ര കലശമാണ് മറ്റൊരു ഉത്സവം. വർഷം തോറും എടവ മാസത്തിലെ വെളുത്ത പക്ഷ ദ്വാദശി മുതൽ 11 ദിവസം നീളുന്ന ഉത്സവമാണിത്. 10 ദിവസം കലശാഭിഷേകവും 11ാമത്തെ ദിവസം കളഭാഭിഷേകവും നടക്കുന്നു. ദിവസേനയുള്ള അഭിഷേകങ്ങൾക്കായി ജലം 90 ചെമ്പുകുടത്തിലും 10 വെള്ളിക്കുടത്തിലും 1 സ്വർണ്ണക്കുടത്തിലുമായി പൂജിക്കുന്നു.
11ാമത്തെ ദിവസം ഉദയാസ്തമന പൂജയും ആനപ്പുറത്ത് ശ്രീബലികളുമുണ്ട്. 12 കളഭമാണ് മറ്റൊരു ഉത്സവം. ഹനുമാൻ സ്വാമി നടയിലെ 12 കളഭം നടക്കുന്നത് എല്ലാ വർഷവും ചിങ്ങമാസം 1 മുതൽ 12 വരെ തീയതികളിലാണ്. ഹനുമാൻ സ്വാമി നട പുനരുദ്ധരിച്ചതിന്റെ ഭാഗമായാണ് ഈ ഉത്സവം കൊല്ലവർഷം 1107 ആരംഭിച്ചത്. ധാര, മുഴുക്കാപ്പ്, പായസം, അടിമകിടത്തിൽ എന്നിവയാണ് ശിവക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. ഹനുമാൻ സ്വാമിക്ക് അവൽ പന്തിരുനാഴിയും വടമാലയുമാണ് മറ്റു മുഖ്യ വഴിപാടുകൾ. വടമാലയും അവൽ പന്തിരുനാഴിയും മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. ശിവന് തിങ്കളാഴ്ച ദിവസവും ഞായറാഴ്ച ദിവസവും പ്രദോഷവ്രത ദിവസവും തിരുവാതിര നക്ഷത്ര ദിവസവുമാണ് ഇവിടെ പ്രധാനം. ഹനുമാൻ സ്വാമിക്ക് ശനിയാഴ്ച ദിവസമാണ് പ്രധാനം. പല ദേശങ്ങളിൽ നിന്ന് പോലും തൃക്കവിയൂരപ്പൻ്റെ ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞ് ഇവിടെ എത്തുന്ന ആളുകൾ നിരവധിയാണ്. എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.